അതുമെല്ലാം പരിശോധിച്ചു. അപ്പോൾ ഈ പണി പ്രധാനമന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്, ഒന്നാമത്തെ റീച്ച്. അപ്പോൾ രണ്ടാമത്തെ റീച്ചിൻ്റെ പണി എന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ടോൾ ഗേറ്റ് അവിടെ വരുന്നവരും അറിഞ്ഞത്. അപ്പോൾ ടോൾ ഗേറ്റ് അവിടെ വരുന്നവരും അറിഞ്ഞ സമയം തന്നെ ഞാൻ മന്ത്രിയെ പോയി കണ്ടു. അപ്പോൾ മന്ത്രി പറഞ്ഞു, നമ്മുടെ റൂൾ 8(1)(2) AB പ്രകാരം ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാം. പക്ഷെ അത് പെർമനൻ്റായി പറ്റില്ല. അതുകൊണ്ട് ഈ ടോൾ ഗേറ്റിൻ്റെ പണി തീരണമെങ്കിൽ അവർക്ക് പണം കൊടുക്കണം. ഇപ്പോൾ പണത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് നാഷണൽ ഹൈവേ ബുദ്ധിമുട്ടുകയാണ്. അത് 1 വർഷം ഒരു ടെമ്പററി ടോൾ അവിടെ സ്ഥാപിക്കാൻ സമ്മതിച്ചാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് നമ്മളുമായി ഡിസ്കസ് ചെയ്തിട്ട് ചില ആനുകൂല്യം കൊടുക്കാം തൽക്കാലം. 1 വർഷം കഴിയുമ്പോൾ റിട്ടേൺ അഗ്രിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, ടോൾ ഗേറ്റ് ചാലിക്കാലോട്ട് മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ പരക്കെ സമ്മതിച്ചു. അങ്ങനെ ടോൾ ഗേറ്റ് പണി തുടങ്ങി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ ടെസ്റ്റിങ് നടത്തിക്കൊണ്ടിരിക്കുക. വണ്ടി പോകുമ്പോൾ ജോലിക്കാരെ എല്ലാം വെച്ചു. അതിനിടയ്ക്ക് അവിടെ ഉദ്ഘാടനം വയ്ക്കുമ്പോൾ ഞങ്ങളുടെ 4 MLA-മാരും ഇവിടുത്തെ ചന്ദ്രശേഖരനും കുഞ്ഞമ്പൂ ഞങ്ങളെല്ലാവരും രാഷ്ട്രീയത്തിനധികമായി പോയി. ഉദ്ഘാടനം ഞാനാണ് ചെയ്തത്. ഞാനൊരു പ്രസംഗം നടത്തി. ഈ ടോൾ ഗേറ്റ് അവസാനം വരെ ഇനിയിപ്പോൾ വെടിവെപ്പ് നടന്നാൽ എൻ്റെ നെഞ്ചത്ത് വെടിയുള്ളൂ, പുറകിൽ ഞാൻ വെടിയുള്ളില്ല. അതുകൊണ്ട് ഞാൻ അവസാനം വരെ അതിനകത്തുണ്ടാവും എന്ന് പറഞ്ഞു. ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ സംഭവം നടന്നു വെച്ചാൽ, ഇവർ കോടതിയിൽ പോയി നീതി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോടതി പോകരുത്. കോടതിയിൽ നിന്നൊരു എതിർ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടോൾ ഗേറ്റ് സമരമായി നമുക്ക് മുമ്പോട്ട് പോകാം. കോടതിയിലൊന്നും ആരും പോകണ്ട, നമുക്ക് സമരം ചെയ്യാം. നമ്മുടെ ശവത്തിൽ കൂടെ ചവിട്ടിയിട്ടേ വണ്ടി പോകത്തുള്ളൂ, ടോൾ പിരിക്കത്തുള്ളൂ. അപ്പോൾ അതിനൊരു വിദ്വാൻ, അയാളുടെ പേര് അഷ്റഫ് കർല, അയാൾ ആരും അറിയാതെ കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ഈ 60 കിലോമീറ്റർ വെച്ചാണ് കൊടുത്തത്. 60 കിലോമീറ്ററിനിടയ്ക്ക് 19 കിലോമീറ്റർ ഉള്ളപ്പോൾ ടോൾ ഗേറ്റ് സ്ഥാപിച്ചു, ടോൾ പിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഈ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം, അംഗീകാരം ഞങ്ങൾക്കുണ്ട്, രേഖാമൂലമുണ്ട്. നമ്പർ 1. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ റൂള് 8 അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചാൽ ടോൾ പിരിക്കാം 60 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു. ആ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ അവരവിടെ കാണിച്ചതിന് ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പെറ്റീഷൻ, കർലയുടെ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. ഇതിനകത്ത് ഒരു ഇല്ലീഗാലിറ്റിയും ഇല്ല എന്ന് വിധി എൻ്റെ കയ്യിൽ ഇപ്പോൾ കാറിനകത്ത് താഴെ ഇരിപ്പുണ്ട്. പിന്നെ വിധി പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തെളിനീരിനൊത്ത പരിശുദ്ധി. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ.